ബാലു ചായ. എവിടെ പോകാൻ പോയതാ? എവിടെ പോകാൻ പോയതാ? നടക്കാൻ ഇറങ്ങാൻ വിചാരിച്ചു. ആ നടന്നില്ല വഴക്കുറയും. ആര്? പൂർണിമേ ബൾക്കിയായെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോയത്. എന്താടി പറഞ്ഞിട്ട് വന്നോണ്ടൂടെ ചൂട് പറഞ്ഞിട്ടാണ് എല്ലാ ദിവസവും കുടിക്കാൻ ചായ കൊണ്ട് തരണേ. അറിഞ്ഞൂടെ കുടിക്കുമ്പോ? അയ്യ എല്ലാ ദിവസവും കൊണ്ടുവരും. തൊണ്ട പൊട്ടി വിളിച്ച് കൂയാ കൊണ്ടുവരും ഒരു ഗ്ലാസ് ചായ. ഞാൻ പോടും. എന്തിനാ വാസ? ചേച്ചി പോയാ? അവള് പോയി. എന്ത് ഒരു പരിപാടി കൂടെ ആവും. കാശിടണാ? പിന്നെ കാശിട്ടൂലേ? എന്ത് പരിപാടി? എന്ത് പുലിവേഷം കേട്ടാവും. പുലിവേഷോ? പൈസ കിട്ടോ? ഒരു 1000 എടുത്ത് കിട്ടും. 1000 കെട്ടല്ലേ? പിന്നെ മാസ്ക് വെച്ചാൽ ആരും അറിയില്ലല്ലോ. അത് അറിയില്ല. അറിയില്ല. പുലിവേഷം ഈ പുലിവേഷം ഞാനടി. എപ്പോഴാണ്? നാളെ ഒരു 5 മണിയാവും വൈകിട്ട്. 5 മണിക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഡ്രസ്സൊക്കെ ഉണ്ടാ? എല്ലാം റെഡിയാണ്. ചേട്ടൻ എത്തിയാൽ മതി. ഈ മാസ്ക് ഒക്കെ നല്ലതായിരിക്കണം. ഒരുപാട് പേര് വച്ചാണ് മാറി അറിയാതെ കളിച്ചു. ഇത് പുതിയതാണ്. നല്ല ക്ലീൻ ആക്കി കൊണ്ടുവരണം. ഓക്കെ. നീ വയ്ക്കോ? പറ്റിക്കോ? ഇല്ലെന്ന് വരാന്ന് പറഞ്ഞാൽ വരും. അല്ലേ ഓക്കെ അല്ലേ? ബാക്കിയൊക്കെ വിളിച്ചു പറയാം. ഓക്കെ. എന്താ അവിടെ? ശരീരം ഒന്നുള്ള വിറ്റേ കുറച്ച് നാളായി. പാർട്സായി ഓരോന്നോരോന്ന് ഇളക്കി മാറ്റും. ആരോടാ സംസാരിച്ചേ? എന്തോ അവിടെ ആരോടാ സംസാരിച്ചേ? അത് ഒരാള് അയാൾ ആരെന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ വന്നപ്പോ അയാൾ അങ്ങ് താഴോട്ട് പോയി. നവാസ് അല്ലായിരുന്നു അത്? നവാസ് എന്നാണ് വിചാരിച്ചത്. പക്ഷെ വന്നപ്പോ നവാസ് അല്ല, നവാസിനെ പോലെ ഇരിക്കുന്നു. അതേ സംസാരം. നവാസിനെ പോലെ ഇരിക്കുന്ന ആള് മുകളിലോട്ട് പോയി. കുറച്ച് കഴിയുമ്പോ താഴോട്ട് പോകും അയാള്. മുകളിലോട്ട് അമ്മേ വിശക്കുന്ന വെള്ളം തിന്നാൻ താ. കേശു നീ രാത്രി ഫുഡ് കഴിച്ചിട്ടില്ലടാ കിടന്നത്? രാത്രി ഫുഡ് കഴിച്ച് രാത്രി 12 മണിക്ക് തന്നെ ദഹിച്ച് കാണും. ചുമ്മാതല്ല, നീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് 12 മണി കഴിയുമ്പോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്നെ എടുത്ത് തിന്ന. ശിവ, നീ വിചാരിക്കുന്ന പോലല്ല എന്റെ വിശപ്പ്. വിശപ്പെന്ന് പറഞ്ഞാൽ എന്റെ വിശപ്പാണ് വിശപ്പ്. ഓ ശരി. എന്താണ് രാവിലെ തന്നെ? എടി ലച്ചു ചേച്ചി, ഇന്ന് രാത്രി കഴിച്ചത് ഇന്ന് രാത്രി 12 മണിയോട് ദഹിച്ച് കാണത്തില്ലേ? പിറ്റേ ദിവസം തുടങ്ങുമല്ലേ, അപ്പൊ വീണ്ടും വിശക്കത്തില്ലേടി? പിന്നെ വിശക്കും. നീ എന്തോന്ന് പറയാൻ പോയെ? ഒന്നും പറയാൻ പോയില്ല. നീ വീണ്ടും പോയി കിടക്കാൻ പോണോ? ഇല്ല, കിടക്കൂല. കിടക്കാൻ പോയാൽ നമുക്ക് ഒരു ബക്കറ്റ് വെള്ളം തലയിൽ കൂടെ കോരി കഴിക്കാം. അയ്യോ അത് വേണ്ട, അവൾക്ക് വല്ല അലർജി അല്ലേ. നീ അകത്തോട്ട് വാട്ടാ തരാ. എവളെ കാര്യം ആലോചിക്കുമ്പോഴാണ് ചിരി വരണേ. കുറച്ച് ദിവസം കണ്ണി കണ്ട ക്രീമും മണ്ണും ചാമ്പലും ഒക്കെ വാരി മുഖത്ത് വെച്ചുകൊണ്ട് നടക്കും. അപ്പോഴൊക്കെ എന്തൊരു സൗന്ദര്യ സംരക്ഷണമാണെന്ന് അറിയാം. ഈ തേപ്പേ മുഖത്ത് മാത്രമേ ഉള്ളൂ, മേൽ തേച്ച് കുളിക്കാൻ. ശിവ നീ മേടിക്കുവേ. അങ്ങനെയാണെങ്കിൽ തരാനുള്ളതല്ലേ ഇപ്പൊ തന്നെ താ. മോളെ നീ ഇപ്പം കണ്ണാടി നോക്കി ഒരുങ്ങാറൊന്നുമില്ലല്ലോ, മാമൻ കാണാറില്ലല്ലോ. ഒന്നും ചെയ്തിട്ട് ഒരു ഗുണവും ഇല്ലെന്ന് മനസ്സിലായി. എന്തായാലും ഈ മുഖം മാറത്തില്ല. ഒരുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാരും പറയും എന്നെ കാണാൻ നല്ല ഭംഗിയാന്ന്. എന്ന് ആര് പറഞ്ഞു കൊടുക്കത്തെ ഭംഗിയാണെന്ന്? പൂർണിമ ആന്റി പറഞ്ഞല്ലോ എന്നെ കാണാൻ ക്യൂട്ടാന്ന്. ഏതാ പട്ടിയാ പൂച്ചയാ അങ്ങനെയൊക്കെ പറഞ്ഞു. കണ്ട കളിയാക്കുന്ന ആടാ എന്റെ കൊച്ചിനെ കളിയാക്കണ. എന്ത് പറയണോ നാലേക്ക് വേണം. കേശു മക്കളെ രാവിലെ മിണ്ടായിരിക്കേ. പറമ്പ് പിന്നെയും കാട് പിടിച്ച് വല്ലതും അറിയണുണ്ടാ? പറമ്പാവുമ്പം കാട് പിടിക്കും, നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും. ഇതൊക്കെ ആരെടുത്ത് പറയണേ? റോഡിൽ കൂടെ പോണവന്മാരെടുത്ത് പറഞ്ഞാൽ അവന്മാർക്ക് മനസ്സിലാവെങ്കിലും ചെയ്യും. എങ്കിൽ റോഡിൽ ഇറങ്ങി വിളിച്ച് പറയടാ നിന്റെ പറമ്പ് മുഴുവൻ കാട് പിടിച്ച് കിടക്കണമെന്ന്. എന്റെ സ്ഥലത്തല്ല കാട് പിടിച്ച് കിടക്കണത്, നിങ്ങളുടെ സ്ഥലത്താണ് കാട് പിടിച്ച് കിടക്കണത്. ഞങ്ങളെ സ്ഥലം അത് ഏത് സ്ഥലം? ഞങ്ങൾക്ക് ആരും എഴുതി തന്നിട്ടില്ല ഇതുവരെ. നിങ്ങൾക്കാർക്കും എഴുതി തരണ്ട. അവിടെ നിന്ന് കിട്ടുന്ന കായും കൊലയൊക്കെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരണം തിന്നാൻ വേണ്ടിയിട്ട്. കായും കൊലയും ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല തിന്നണത്, നിന്റെ സഹോദരി മക്കളൊക്കെ തന്നെ തിന്നണത്. അതുകൊണ്ട് തന്നെ കൊണ്ടുവരണത്. അതുകൊണ്ട് തന്നെ കൊണ്ടുവരണത്. ഒരു കാര്യം ചേട്ടാ, നീ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ആദായം നീ ഈ വീട്ടിൽ കൊണ്ടുവരണ്ട. നീ അയൽവക്കത്തെ വീട്ടിൽ കൊണ്ടുകൊടുത്തിട്ട് നീ പോ. അച്ഛാ എന്താ ആദായം? അതെ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ സ്ഥലത്തെ എന്ത് സാധനം വിറ്റ് കിട്ടുന്ന കാശിനെ ആദായം എന്ന് വിളിക്കും. മനസ്സിലായോ? ഓ ഐ സി ആദായം. ഐ സി ആദായം അല്ല, ആദായം. ഓ ആദായം.
നീ ആരെങ്കിലും നിർത്തി ആ കാടങ്ങ് വെട്ടിക്ക്. ഇങ്ങോട്ട് നോക്ക്. ഈ ശമ്പളം കിട്ടിയിട്ടില്ല. ശമ്പളം കിട്ടുമ്പോ ആ അപ്പൊ ശമ്പളം കിട്ടിയിട്ട് വെട്ട. പറഞ്ഞു തീരട്ടെ. ആ അപ്പൊ ശമ്പളം കിട്ടിയിട്ട് വെട്ട. ശമ്പളം കിട്ടിയിട്ട് വെട്ടാന്നല്ലേ പറഞ്ഞോണ്ടോടാ. വെട്ടി കിട്ടിയിട്ട് വെട്ട. ആ കാട് വെട്ടി തെളിക്ക് എത്ര രൂപ ആവും? കാട് വെട്ടി തെളിക്ക് എത്ര രൂപ ആവുന്നു? 2 പേരെ നിർത്തേണ്ടി വരും. നീ 2-10 നിർത്ത. പൈസ എത്ര ആവുമെന്ന് പറഞ്ഞാൽ മതി. 3000 രൂപ. ഞാൻ ഒരു 1500 തരും. എന്തോ മറ്റൊന്ന് തരും. 1500 തരും കേട്ടാ. തന്നാ മതി. തരണേ, മറക്കാതെ തരണേ. അച്ഛൻ തരാന്ന് പറഞ്ഞാൽ തരും. അതാണ് അച്ഛൻ. പറഞ്ഞു വിടറാ. അതെന്ത് ഇത് ചെയ്തിട്ടാണെങ്കിലും അച്ഛൻ തരും. അയ്യോ അച്ഛന്റെ ശബ്ദം മകന്റെ കണ്ടനാളത്തിൽ കൂടെ. എന്ത് വേഷം കെട്ടിട്ടായിരുന്നാലും കൊടുക്കുമെന്ന് പറയണ. ആ അത് തന്നെ. എന്ത് വിഷം കിട്ടിട്ടാണെങ്കിലും കൊടുക്കും. എടാ പോടാ അവിടെ നിന്ന്. പോ നിന്റെ അച്ഛന്റെ അവിടെ പോയി ഇരി, പോ. അച്ഛാ അച്ഛനാരെ വിളിക്കാൻ നോക്കണേ. ആരെ വിളിക്കാനിടേ? ഫോണ് കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോണില്ല, കോള് പോണില്ല. കംപ്ലൈന്റാ? എന്നാ ഞാൻ നോക്കട്ടെ. വേണ്ട, ഞാൻ ശരിയായിക്കോളാം. ഓ എന്തെങ്കിലും കാര്യമായിട്ട് കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് എൻ്റെ അടുത്തോട്ട് വരും. അപ്പം ഞാൻ ശരിയാക്കി തരാം കേട്ടാ. ആ ശരിയാക്കി തരാം. നീ പോടാ. സന്തോഷം, ഞാൻ പോണ്. പോടേ. പോണെന്ന്. ആ നവാസേ, നീ ഇപ്പോൾ എവിടെടാ? വീട്ടിലുണ്ടോ? പുലിവേഷം എടുത്താ? ആ ആ ആ ഇല്ലടാ, പ്രാക്ടീസ് ചെയ്യണം. ആ അതെ എടാ, ഒരു വേട്ടക്കാരന് വേണേ. ആ അറിയുന്നുണ്ടോ? അല്ലെങ്കിൽ നീ ആയിക്കോടാ, കുഴപ്പമില്ല. സ്റ്റെപ്പൊക്കെ ഞാൻ പറഞ്ഞുതരാം. അയ്യോ ഇല്ല, നമ്മളെ വീട്ടിൽ വെച്ച് നടക്കൂല, ശരിയാവൂല. വീട്ടിലിറങ്ങി ആകെ പ്രശ്നം. ഡേയ് പിന്നൊരു കാര്യം, 2000 രൂപ വേണം. ഇല്ല നവാസ, 2000 രൂപ വേണം. കാരണം അമ്പലത്തിലെ ഘോഷയാത്രയല്ലേ, ഭയങ്കര പാടാടാ. ഇത് വേർത്ത് കുളിച്ച് റെഡിയാവും. നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ആ എടാ, അങ്ങോട്ട് നിൻ്റെ വീട്ടിൽ വെച്ച് ആക്കടേ പ്രാക്ടീസൊക്കെ. ശരി നീ എന്നെ ചെയ്യണ വേട്ടക്കാരൻ? കുഴപ്പമില്ല, ഞാൻ അല്ലടാ ഇരിക്കണേ, ഞാൻ പറഞ്ഞുതരാം. ഓ നീ തന്നെ ചെയ്യും. ഓ ശരി ഞാൻ അങ്ങോട്ട് വരാം. ഡിലച്ചു, ഇതിന്റെ ഒരു സൈഡ് വർക്ക് ആവണല്ലോ. എടാ അത് നീ ഇന്നലെ തന്നപ്പോഴേ കേടായിരുന്നു. ആര് പറഞ്ഞു? ഇന്നലെ ഇത് നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാണല്ലോ. ഇതാണ് ഞാൻ നിന്റെ കയ്യിൽ ഒരു സാധനം തരാതെ അപ്പം നശിപ്പിച്ചോളാം. ആഹാ, ഇനി മേലെ നീ എന്റെ ഒരു സാധനം എടുക്കരുത്, നിന്റെ സാധനം ഞാനും എടുക്കത്തില്ല. അതന്നെ നല്ലത്. പിന്നെ നീ എന്റെ മേലെ റൂമിൽ കയറി പോരുത്. ആ ഇല്ല, പക്ഷെ നീ എന്റെ റൂമിൽ കയറിയണ്ട. ആ മുട്ടിയാലെ ഞാൻ തല്ലി ഓടിക്കാം. നീ മുട്ടി തന്നെ അടിക്കോ? ആ എന്നാ പിന്നെ ഒന്ന് കാണാലോ. ഇങ്ങോട്ടടി നീ, ഇങ്ങോട്ടടി നീ പോണേ. ഇപ്പോഴെ ഞാനൊന്നൊരു പാഠം പഠിക്കും. നിങ്ങൾക്ക് അഹങ്കാരത്തോടെ അവനെ തല്ലല്ലേ? ഡേ നീ എന്തിനാടി അവനെ മുടിക്കരി പിടിച്ചത്? അവളടിക്കല്. ആ അവളടിക്കണ്ട, എന്നെ ഇടിച്ചോ. മാവും കൊള്ളാലോ. വാ പറഞ്ഞ നിന്നെ റെഡിയാക്കും. നോക്കിയോ എന്താ ഇത് ഒരു അലോലാതി പിള്ളേർ പോലെ. ഞാൻ ലവലാതി. അപ്പൊ അവളോ? രണ്ടുപേരും അലോലാദികളാണ്. നീ അവന്റെ മൂത്തതല്ലേ? നിനക്ക് എത്ര വയസ്സായി? എടാ ഒരാണായി നീ. നല്ല ആൺപിള്ളേർ പെൺപിള്ളേർ മുടിക്കാരി പിടിക്കോ? മാമൊന്നുമല്ല, എന്റെ ഹെഡ്ഫോൺസ് നശിപ്പിച്ചോണ്ടേ ഞാൻ അങ്ങനെ ചെയ്തു. നിന്റെ ഹെഡ്ഫോൺ നശിപ്പിച്ചെങ്കിൽ നീ കൊണ്ടുപോയി ശരിയാക്കണം. എന്റെ മാമ അത് നേരത്തെ കേടായ ഹെഡ്ഫോൺ ആണ്. നേരത്തെ കേടായി. ഡേയ് നിനക്ക് ഹെഡ്ഫോൺ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റൂലേ? നോക്കിക്കോ, രണ്ടെണ്ണത്തിന്റെ ഫോൺ ഇറക്കി പൊട്ടിക്കണ്ടേ? ആദ്യം അമ്മയുടെ ഫോൺ തള്ളി പൊട്ടിക്കാൻ നോക്ക്. ഞാൻ അകത്ത് പോ, ചെല്ല്. മകള് നീ പോ. മകളുടെ വിശ്വാസത്തിൽ പോടാ. എന്നെ മോനൊന്നും വിളിക്കണ്ട, എന്നെ ഇടിക്കാവുന്നില്ല മാമൻ. എടാ അത് മാമ അറിയാതെ ചെയ്തല്ലേ. മാമ ഇങ്ങനെ കാണിച്ചല്ലേ ഉള്ളൂ, ഇടിച്ചൊന്നുമില്ലല്ലോ. അമ്മയ്ക്ക് ഇവനോടുള്ള സ്നേഹം, ഞങ്ങളോട് സ്നേഹമൊന്നുമില്ലല്ലോ. കാണുന്നൊക്കെ എനിക്കറിയാം. പ്രോഗ്രാം ചെയ്ത് കാശൊക്കെ കൊണ്ടുവരും. എന്റെ കാശൊന്നുമില്ല തരാനായിട്ട്. മകളകത്തേരി പോ. മിണ്ടായിരുന്നു കേട്ടോ. എന്തേ പോണില്ലേ? ഇവിടെ ഇത്രയും ബഹളം നടത്തും, എന്നിട്ട് ഇവിടുത്തെ ഗ്രഹനാഥൻ എന്ന് പറയുന്ന ആളെവിടെ? വരൂല. അവിടെ എവിടെയെങ്കിലും പമ്മി ഇരിക്കായിരിക്കും. ബാലു 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 എടാ ബാലു. അല്ല അളിയെ പോയി. എവിടെ പോയി? രാവിലെ ഇറങ്ങി. ഒരു സ്വസ്ഥതയും തരില്ല, ഒറ്റ എണ്ണം. വെക്കേഷനാ, പഠിക്കാൻ പറ്റില്ല ഇപ്പോ. തലേ കുത്തിക്കുന്ന ആ തലയും കുത്തി നിൽക്കും.
ആ നവാസേ ആ എന്തേ ഏയ് കാര്യമൊക്കെ ശരി തന്നെ ഒരു 2000 രൂപയെങ്കിലും എനിക്ക് കിട്ടണം 6-7 കിലോമീറ്റർ നടക്കാനുള്ളതാണ് ഞാനത് കമ്മിറ്റിക്കാരോട് സംസാരിക്കാം. പിന്നെ അതെ ആ വേട്ടക്കാരനായിട്ട് നീ കെട്ടടാ ഒരു 1500 നീ വാങ്ങിച്ചെടുത്തോ. ഓ എനിക്കറിയില്ല വേട്ടക്കാരനായിട്ട്. ഇത് അറിയാനായിട്ടൊന്നുമില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. ഡ്രസ്സ് എവിടെ? ഡ്രസ്സ് ഇതാണോ? ആ ആ ഇത് കഴിവില്ലേടേ? പുതിയത് പുതിയത് ഇത് സീസണാണ്, ആൾക്കാർ ഇട്ടിട്ടിട്ട് ഏയ് അല്ല മാറാരോഗം പിടിക്കും. പിടി ഇത് കൊള്ളാമല്ലേ? പിന്നെ അടിപൊളി. ഛേ, ഇത് തിരിച്ചല്ലേ? തിരിച്ച് അപ്പൊ നമുക്ക് ഇട്ട് നോക്കാം. ഏയ്, ഈ വാല് കുറച്ചുകൂടെ നീളം വേണമായിരുന്നടാ. ഇത് ചെറിയ നീ വിടറാ. ആ തുടങ്ങിക്കോ. ആ എടാ മാറി ചിരിക്കണടാ നീ. ചിരിക്കണില്ല. ആ ബാക്കിൽ നിന്നാ പോരാ, നീ വേട്ടക്കാരനായിട്ട് വാ. കമ്പട് ഞങ്ങളെ ഇന്ന് പോവാ. അങ്ങനെയല്ല എൻ്റെ നവാസേ. നോക്കിയോ മാറ്, നീ പുലിയില്ലേ? നോക്കിയോ കേട്ടോ, അങ്ങനെ എപ്പോഴും ഇങ്ങനെ ആ പുലി തന്നെ നോക്കണം. ആ വാ ചേട്ടാ. ഓക്കെ സ്റ്റാർട്ട് ചെയ്യിക്കാം. ഏ മതി, 6-7 കിലോമീറ്റർ ഇനി നടക്കാനുള്ളതാണ്. മതി, ക്ഷീണിച്ചു. ഒരു മതി ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കേട്ടാ. പോട്ടെ, അപ്പം പറഞ്ഞു പോലെ വൈകുന്നേരം വരാം. ഓ കേട്ടാ. അച്ഛാ 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 അച്ഛാ, എന്താ അച്ഛനെന്താ ഇവിടെ ചെയ്യുന്നേ? ഒന്നുമില്ലടാ, വെറുതെ. അച്ഛനെന്താ ഭയങ്കര പരവേശം? അയ്യോ, ഈ വീട്ടിലല്ലേ താമസിക്കണ, പിന്നെ എങ്ങനെ പരവേശപ്പെടാതിരിക്കും? മകളെ കാശുഞ്ഞു വാ. എന്ത്? അച്ഛൻ ഇപ്പോ ഒരു സ്ഥലം വരെ പോണം, രാത്രിയെ വരികയുള്ളൂ. മക്കൾ ഈ കാര്യം അമ്മയടുത്ത് രാത്രിയെ പറയാവൂ, അതിന് മുമ്പേ പറയില്ലേ കേട്ടാ. അച്ഛൻ എവിടെ പോകുന്നേ? മക്കളെ കുറച്ച് പൈസ കിട്ടുന്ന കാര്യമാണ്. മുടി എവിടെയാടാ? അവൻ പോയി. പോയാ? എനിക്ക് മക്കളകത്ത് വയ്ക്കോ. ഉമ്മ വയ്ക്കോ. ആ നവാസേ, എവിടേക്കണേ? നേരമായാ? ഡ്രസ്സ് ചെയ്തുകൊണ്ട് വരാനാ? പടാ അവിടെ നിന്ന് നാട്ടുകാർ കാണും പുലിവേഷം കെട്ടിക്കൊണ്ട് വന്നാ. ഓ വണ്ടി കൊണ്ടുവരുമോ? ആ ഒരു കാര്യം ചെയ്യ്, നീ വണ്ടി കൊണ്ട് വീട്ടിൻ്റെ മുൻവശത്ത് വരുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. അപ്പം ഞാൻ ചാടി ഞാൻ വണ്ടിക്കകത്ത് കയറാം കേട്ടാ. ഞാൻ വീടിൻ്റെ പിറകെ സൈഡിൽ കൂടെ അകത്തൂടെ കയറും, അകത്ത്. ഓ ശരിടാ. എന്തോടി?
എന്താ മാമ പുലി പോണ്. പുലി പോയി. പുലിയാ? ആ. പോടി അവിടുന്ന്. പുലിയാ? ആമേ സത്യമായിട്ടോ പുലി പോയി. അത് തോന്നിയതാകും. അല്ല മാമന് കണ്ടതാ. ആരുണ്ട്? ഞാൻ കണ്ടത് ഇവിടെ വെള്ളം നനച്ചപ്പോ. എവിടെ? ഞാൻ നോക്കട്ടെ. ഈ സന്ധ്യ സമയത്ത് പുലി. മാമ അങ്ങോട്ട് പോകണ്ട, എനിക്ക് പേടിയാ. കേശു വാടാ. നീ വേണ്ട, നീ അവിടെ. പുലിയൊന്നും ഇല്ലടാ, നീ കയ്യിൽ നിന്ന് വിട്. നല്ല കൈ പിടിച്ചോ. ഉടനെ വിവരം ഫോറസ്റ്റുകാരും പോലീസുകാരൊക്കെ അറിയണം. പോലീസുകാർ ക്ഷേത്രത്തിലേക്ക് ഡ്യൂട്ടിക്ക് പോയി. ഫോറസ്റ്റുകാരെ അറിയിച്ചിട്ടുണ്ട്. അവർ ഉടനെ എത്തും. ഓക്കെ. ഒരു കാര്യം ഞാൻ ഇപ്പൊ മറ്റൊരു ആ സൈഡ് പോയി പോയിട്ടുണ്ടാ? കുറെ പേര് ആ സൈഡിൽ വിട്ടിട്ടുണ്ട്, വേറെ വഴിക്ക് വിട്ടിട്ടുണ്ട്. പല ഇല്ലേ? എല്ലാരും കൂടെ ഇങ്ങനെ കലപില ശബ്ദം ഉണ്ടാക്കിയ പുലി അതുവഴിയൊക്കെ ഓടിപ്പോകും. പതുക്കെ നടന്നാൽ മതി. പയ്യെ ശബ്ദം ഉണ്ടാകുന്നുണ്ട്. ഇതാണ് പറയണ ആള് കൂടിയ പാമ്പ് ചാവൂലാണ്. പുലിയുണ്ട്, മാറിക്കോ. പുലി വരുന്നേ. പുലി ഇറങ്ങി. പുലി ഇതൊരു നീ അങ്ങോട്ട് പോണോ? ഫോറസ്റ്റുകാരെ വിളിക്കണം. അത് ശരിയാണ്. അല്ല, അത് ഇപ്പൊ ആരെ വിളിക്കാൻ പോയത് ആരാണ്? വിളിക്കാൻ ഒരാളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, ഫോറസ്റ്റുകാരെ വിളിക്കാൻ. അയാളെ വിളിച്ചാണ്. ഫോൺ ചെയ്തു. അവര് 2 മണിക്കൂർ കഴിഞ്ഞാൽ വരുള്ളൂ എന്ന് പറഞ്ഞേ. അതിനിടയ്ക്ക് വെച്ചാൽ പുലി ഇവിടെ എല്ലാം ഓരോന്ന് തിന്ന് തീരും. പുലി അഥവാ വരികയാണെങ്കിൽ പുലിയുടെ വാലിൽ പിടിച്ചോണം. എല്ലായിടത്തും നോക്കി, എവിടെയോ പേടിച്ച് ഒളിച്ചിരിക്കുകയാണ്. അതാ ആ പുലി നരഭോജിയാണെങ്കിൽ പ്രശ്നമാണ് കേട്ടോ. പക്ഷെ ഈ പാറമട ഏരിയയിൽ നിന്ന് ഓടി പുലി പുറത്തു പോകാൻ സാധ്യത കുറവാണ്. സിറ്റിയിൽ നിന്ന് മാറിയിട്ടുള്ള ഒതുങ്ങിയ സ്ഥലമല്ലേ, ഇവിടെയൊക്കെ ഒളിച്ചിരിക്കാൻ സ്ഥലമുണ്ട്. എല്ലാവരും സൂക്ഷിച്ചോണം, കണ്ടങ്ങ് വെട്ടി കീറി വേണം കേട്ടോ. ഇവിടെ മനുഷ്യരുടെ ജീവനാണ് വലുത്. നിയമമൊക്കെ അങ്ങ് കൈ ചെയ്യും. പിന്നെ അല്ല എന്താ അവൻ കരടിയെ പോലെ വന്നേക്കണം. എടാ പുലി ഇറങ്ങിയടാ ഇവിടെ. പുലിയാ? ആരും ഉറങ്ങരുത്. റെസിഡൻസുകാരെ അറിയിച്ചിട്ടുണ്ട്, അവരിപ്പോൾ എത്തും. റെസിഡൻസുകാർ ആരെ അറിയിച്ചു? ഞങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോലീസിൽ വിളിച്ച് പറഞ്ഞില്ലേ? ആരെങ്കിലും ഉണ്ടോ പോലീസിൽ അങ്ങനെ വിളിച്ച് പറഞ്ഞാൽ എന്താ? പോലീസിൽ പറഞ്ഞിട്ടുണ്ട്, ഫോറസ്റ്റിനെ അറിയിച്ചിട്ടുണ്ട്, റെസിഡൻസുകാരെ അറിയിച്ചിട്ടുണ്ട്. അവരിപ്പോൾ എത്തും. അവർ വന്നിട്ട് എന്തൊന്നു? എന്നാലും എൻ്റെ അച്ഛൻ എവിടെ പോയി? രാത്രി വരുമെന്നാണല്ലോ പറഞ്ഞേ. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ പുലിനെ കാടിച്ച് ഒതുക്കി കളഞ്ഞേ. അച്ഛന് പുലിയെ സിംഹത്തിന്റെ നോരി പേടിയില്ല. നിന്റെ അച്ഛനല്ലേ? നിന്റെ അച്ഛൻ ആര്? പുലിപിടുത്തക്കാരൻ. പിന്നെ നിന്റെ അച്ഛനെ പുലിക്ക് കിട്ടിയ പുലിക്ക് കോളാണ്. 1 മാസം അത് കഴിക്കണ്ട. കട്ടൻ ചേർത്തിട്ട് വരാട്ടെ. അച്ഛനെ പറഞ്ഞപ്പോ കൊണ്ട് ഇത് പുലിയൊന്നുമല്ല, ഇത് കള്ളം. മുഖം മൂടി മാറ്റി പുലിവേഷം കെട്ടി രാത്രി മോട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കണം. അയ്യോ അച്ഛൻ ചമ്പുലി വേഷം കിട്ടി ജീവിക്കാനും സമ്മതിക്കൂലടാ. അപ്പാ